ഹലോ, ഞാനൊരു പുതിയൊരു വിഭവമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിന് വേണ്ടിയിട്ട് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അരിപ്പൊടി, ഗോതമ്പ് പൊടി. അത് മൈദയ്ക്ക് പകരം ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പഞ്ചസാര, അതിന് വേണ്ടിയിട്ടുള്ളത് പഞ്ചസാരയുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശകല ഉപ്പ് അതിന് എടുത്തിട്ടുണ്ട്. പിന്നെ എള്ള്, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിത് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം ഗോതമ്പ് പൊടി ഇടുവാണ്. അടുത്ത് അരിപ്പൊടി. ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഇടുന്നത്. പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ട്, മാവിന് ശകലം മധുരം കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. ഉപ്പ്, മധുരം ശകലം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്, അതിന് വേണ്ടി കൂടുതലായി ഉപ്പ് ഇട്ടു. പിന്നീട് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുക്കുന്നത് കേട്ടോ. കളറൊന്നുമല്ല ഞാൻ ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടി ശകലം ഇടാമെന്ന് വിചാരിച്ചു. അടുത്തത് എള്ള് കഴുകി വാരി വെച്ചിരിക്കുന്ന എള്ളാണ്. ഒരു സ്പൂണോളം കാണും. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാൻ നോക്കും. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളത് കട്ട പിടിക്കാതെ നല്ലപോലെ പാകത്തിന് എടുക്കണം. ഈ പരുവത്തിൽ ഇത് കലക്കിയെടുക്കണം നമ്മൾ. ഉണ്ടോ? അതിനിടയ്ക്ക് ഞാൻ എണ്ണ ഒഴിച്ചു വെച്ചു കേട്ടോ. അടുപ്പിലേക്ക് പാത്രത്തിൽ എണ്ണയും വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് പഴംപൊരി കണ്ടിച്ചെടുക്കട്ടെ. എന്തായിട്ട് കണ്ടിച്ചു. കനം കുറച്ച് വെള്ളം എടുക്കാനായിട്ടില്ലെങ്കിൽ പഴമകത്ത് വേകാതിരിക്കും. അതുകൊണ്ട് തീരെ എന്തോരം കനം കുറയ്ക്കുക അത്രയും കുറച്ച് തന്നെ എടുക്കാൻ നോക്കാം. തെന്നിപ്പോണുണ്ട് പഴം കയ്യിൽ നിന്ന്. അതുകൊണ്ട് അത്ര ചെറുതാക്കാൻ പറ്റണില്ല, എന്നാലും നോക്കാം. നല്ല ചൂടുണ്ട്. ഗ്യാസിൻ്റെ ചൂടും വെളിയിലത്തെ ചൂടും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല ചൂടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് ചൂട്? നല്ലതാണോ? നല്ലപോലെ ചൂടുണ്ടോ അതോ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊന്നും പറയണ കേട്ടോ. അഭിപ്രായം ഇടണേ കമൻറ്റ് ബോക്സിൽ. പഴം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യത്തെ പഴംപൊരിയുടെ ഇടുവാണ് കേട്ടോ ഞാൻ. ഈ പഴംപൊരിയുടെ കൂടെ കഴിക്കാനായിട്ട് വേറൊരു സൂപ്പറോടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
അതുകൂടെ കാണിച്ചു തരാം പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കണേന്ന് പറയണം കേട്ടോ. ഞാനിത് മൈദയ്ക്ക് വേറെ ഇതെടുത്തതിന് കാര്യം മൈദ അത്ര നല്ലതല്ലല്ലോ നമുക്ക് ശരീരത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. ഒരു ഗോതമ്പ് പൊടി ആകുമ്പോൾ കുഴപ്പമില്ല, നല്ലതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടിയിൽ ആദ്യത്തെ ഞാൻ ഇട്ടില്ലേ അത് കോരിയെടുക്കുവാണേ. കോരിയെടുത്തു കണ്ടോ. ഇനി ഞാൻ രണ്ടാമത് എടുക്കട്ടെ. രണ്ടാമത് നിൽക്കണില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റുള്ള ഒരെണ്ണോട് ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ കോരിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള സാധനം എന്താണെന്ന് കൂടെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ സാധനമാണിത്, അതായത് ബീഫ് റോസ്റ്റും പഴംപൊരി. അതുണ്ടാക്കിയതിന് കാര്യം എന്താ വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് ബീഫ് റോസ്റ്റും പഴംപൊരിയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് പഴംപൊരിയും ബീഫ് റോസ്റ്റും ഉണ്ടാക്കി. അത് ഞാനിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. എല്ലാവരും പറയണ പോലെ തന്നെയാണോ പറയണ്ടേ നമുക്ക്. അതിന് വേണ്ടി സൂപ്പറാട്ടോ. എല്ലാവരും പറയണ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ബൈ.